എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ ഒരു കാര്യം പറയാം, ഫ്രാൻസ് തോറ്റു, അന്തസ്സായിട്ട് തോറ്റു. മതമിളകി വന്ന ഫ്രഞ്ച് പടയെ പിടിച്ചു കെട്ടി, അല്ല ചുരുട്ടി കെട്ടി സ്പാനിഷ് കാളക്കുറ്റമാണ്. ബെസ്റ്റ് ലൈൻസ് അത്. ഈ വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ മൊത്തം മതമിളകി വന്ന ഒരു ഫ്രാൻസിനെ നമ്മൾ കണ്ടത്. എതിരെ വന്ന എതിരാളികളെല്ലാം അരിഞ്ഞു വീഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമിളകി വന്ന് ഇടിച്ച് തകർത്ത് എറിഞ്ഞ് വന്ന ഫ്രാൻസ് ആയിരുന്നു. എന്നാൽ കാളക്കൂറ്റന്മാരുടെ മുമ്പിൽ വന്നു പെട്ടപ്പോൾ, കാളക്കൂറ്റന്മാർ നിന്നപ്പോൾ അവരെ മറികടന്ന് പോകാൻ പറ്റിയില്ല. കാളക്കൂറ്റന്മാർ ശരിക്ക് പെരുമാറി വിട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന് ഇപ്പോഴത്തെ അവസ്ഥ ഞാനത് കുറ്റപ്പെടുത്തല്ല. അവർ ഭയങ്കര മനോഹരമായ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിച്ചിട്ടാണ് ഈ ഫൈനലിൽ എത്തിയത്. അത് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബലൂൺ വീർപ്പിച്ച് വീർപ്പിച്ച് അതിൻ്റെ അറ്റത്തെത്തിയിട്ട് കാറ്റഴിച്ച് വിട്ടാൽ അവസ്ഥ കഴിഞ്ഞു. പൊട്ടിച്ച ടപ്പേച്ചിൽ പൊട്ടിപ്പോവും, അങ്ങനെ വേണമെന്ന് പറയാം. ഞാൻ അങ്ങനെ പറയില്ല. കാറ്റഴിച്ച് വിട്ടാലുള്ള അവസ്ഥ, കാറ്റഴിച്ച് വിട്ടാൽ അതിങ്ങനെ പാറി പറന്ന് ഒന്നുമില്ലാതെ അതൊരു അവസ്ഥയാണ് ഫ്രാൻസിൻ്റെ. ഗ്രൗണ്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസ് ഉണ്ടായിരുന്നില്ല. എംബാപ്പെ ഉണ്ടായിരുന്നില്ല, ഡംബലെ ഉണ്ടായിരുന്നില്ല, ഡുവെ ഉണ്ടായിരുന്നില്ല, ഒലീസെ തീരെ ഉണ്ടായിരുന്നില്ല. മറ്റുള്ള ആൾക്കാർ ആരും ഉണ്ടായിരുന്നില്ലെങ്കിലും ഒലീസെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അതുണ്ടായില്ല. ബാർക്കോള ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ തുടക്കത്തിൽ 1-2 ഒരു മുന്നേറ്റം ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എംബാപ്പയും ഫ്രാൻസ് ടീമും മൊത്തം കളത്തിലുണ്ടായിരുന്നില്ല. ആക്രമണ ഫുട്ബോൾ കൊണ്ട് ആരെയും കീഴ്പ്പെടുത്താമെന്നുള്ളൊരു ചിന്തയിലാണ് ഫ്രാൻസ് കളിക്ക് മുമ്പ് ഇറങ്ങിയത്. ഫ്രാൻസും വിചാരിച്ചു ഇതുവരെ ഞങ്ങൾ അടിച്ചാർത്ത് തകർത്ത് വന്ന്, ഞങ്ങൾക്ക് എംബാപ്പെ ഉണ്ട്, ഞങ്ങൾക്ക് ഡെംബലെ ഉണ്ട്, ഞങ്ങൾക്ക് ഡുവെ ഉണ്ട്, ഞങ്ങൾക്ക് പിന്നെ ഒലീസ ഉണ്ട്, ഏതിനും വന്ന ഒലീസ ഉണ്ട്, ഗോൾഡൻ ബോൾ നേടാൻ പോലും യോഗ്യനായിരുന്നു ഒലീസ്. അപ്പം അതിൽ പ്രകടനം കാഴ്ചവെക്കുന്നു. ഒലീസ ഉണ്ട്, പിന്നെ ബാർക്കോള ഉണ്ട്, കിഡിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡിഫൻസ് മോശമില്ലാത്ത ഡിഫൻസ് ഉണ്ട്, ഉപ്പമക്കാനം ഉണ്ട്, സാലിബ ഉണ്ട്, കൂണ്ടയും ആ സൈഡ് ഈ സൈഡ് മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ബാക്കി എല്ലാവരും സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ ഇതാ പരിക്ക് മാറി ചുമേനിയും വന്നിട്ടുണ്ട്. എല്ലാവരും വന്നപ്പോൾ ഫ്രാൻസ് വിചാരിച്ചു ആക്രമണ ഫുട്ബോളിലൂടെ തന്നെ ഞങ്ങൾ ഫ്രാൻസിനും കീഴടക്കും വിചാരിച്ചു. പക്ഷേ ഫ്രാൻസ് അല്ല, സ്പെയിനും കീഴടക്കും വിചാരിച്ചു. പക്ഷേ പന്ത് കൈവശം വെച്ച് കളിക്കുക എന്നുള്ളൊരു തന്ത്രം ആണ് സ്പാനിഷ് പരിശീലകൻ ഫ്രാൻസിൻ്റെ എതിരെ എടുത്തത്. അതിൽ സ്പെയിൻ ജയിക്കും ചെയ്തു. എന്ന് മനോഹരമായിട്ട് അറിയാം ഒരു സ്പെയിൻ പന്ത് തട്ടി കളിച്ചത്, അതും എംബാപ്പയുടെ മുന്നിലൂടെ, ഫ്രാൻസ് കളിക്കാരുടെ മുന്നിലൂടെ അവരെ കൊതിപ്പിക്കുന്ന വിധം. എനിക്കൊരു ബോൾ തരുമോ എന്നുള്ളൊരു അവസ്ഥയാണ് അവസാനം ഫ്രാൻസിൻ്റെ വന്നത്. കാരണം ബോൾ കിട്ടാനില്ല. ബോൾ കിട്ടിയാലല്ല എംബാപ്പയ്ക്ക് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ബോൾ കിട്ടാനില്ല. ഈ ബോൾ മൊത്തം ഈ സ്പെയിനിൻ്റെ മധ്യനിര ഇങ്ങനെ കറക്കി വട്ടം കറക്കി ചിലപ്പോൾ സൈഡിൽ കൂടെ എമാലിൻ്റെ വക, ഇല്ലെങ്കിൽ ബയറിൻ്റെ വക മറ്റേ സൈഡ്. ഈ കറക്കം തന്നെ ഈ ബയറിനിൽ കിട്ടിയാലും ബയറിന് ഒരു പരിധി വരെ പോകാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചിതാ റിട്ടേൺ വരും. ആരുടെ അടുത്ത്? ഒന്നെങ്കിൽ ഫാബിയൻ റൂസിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ റോഡിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഓൽമോയുടെ അടുത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരാണ് കളി സ്പെയിനിന് അനുകൂലമാക്കിയത്. പ്രത്യേകിച്ച് റോഡ്രി എമ്മാതിരി പെർഫോമൻസ് ആണ്. റോഡ്രിയുടെ കഴിഞ്ഞ പരിക്ക് മാറി വന്ന റോഡ്രി ഉണ്ടായിരുന്നു സിറ്റിയിൽ. പരിക്ക് മാറി വന്ന റോഡ്രിയുടെ ഫോം വലിയൊരു ആശാവഹമായിരുന്നില്ല സിറ്റിയിൽ. അതുകാരണം ആ ഒരു സിറ്റുവേഷനിലാണ് റോഡ്രി വേൾഡ് കപ്പ് കളിക്കാൻ വന്നത്. അപ്പം എല്ലാവരും കരുതി എന്തായാലും റോഡ്രിയുടെ ഭാഗത്ത് വലിയൊരു പ്രകടനം പ്രതീക്ഷിക്കേണ്ടെന്ന് ചോദിച്ചു. റോഡ്രി വേൾഡ് കപ്പ് ഞെട്ടിച്ചു അക്ഷരാതെ ഞെട്ടിച്ചു. ഈ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ ബോൾ മൊത്തം കൺട്രോൾ ചെയ്ത മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡ് അടക്കി ഭരിച്ചു. സ്പെയിനിൻ്റെ മിഡ്ഫീൽഡ് അങ്ങ് അടക്കി ഭരിച്ചു. ഫാബിയൻ റൂയിസ്, പിന്നെ ഡാനിയോൽമോ. എൻ്റെ പൊന്നെ ഡാനിയോൽമോടൊക്കെ വർക്ക് റേറ്റ് കാണും. പിന്നെ റോഡ്രി പറയണ്ട. ഈ 3 പേരാണ് അടക്കി ഭരിച്ചത്. ഇവർ തീരുമാനിക്കണം ബോൾ എങ്ങോട്ട് വിടണം, ബോൾ എങ്ങോട്ട് പോകണം, ഫ്രണ്ടിലേക്ക് പോകണം, ബോൾ ബാക്കിലേക്ക് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈവൻ ഡിഫൻസുകാരാണെങ്കിലും ഡിഫൻസ് കിഡിലെ പെർഫോമൻസ് ഉണ്ട്. കുബാർസി ലാപ്പോർട്ടയും കൂടിയിട്ട് എംബാപ്പനെ പൂട്ടി. പിന്നെ
കുക്കുറേയ വാട്ട് എ പ്ലെയർ. എൻ്റെ പൊന്നെ, അങ്ങേരുടെ ഒരു വർക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ എല്ലാവർക്കും ഉണ്ട്. എൻ്റെ ഫ്രണ്ടിലേക്ക് കയറി പോകാൻ ഞങ്ങൾ അതേപോലെ ടപ്പേജ് പിന്നെ കയറി വരും. ചില നിമിഷങ്ങൾ, ചില ക്രിട്ടിക്കൽ നിമിഷങ്ങൾ കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കളിക്കാരുടെ കാര്യം പറയുന്നത് നേരിലൊക്കെ കിഡിലും പെർഫോമൻസ് കുക്കറയിലൊക്കെ നമ്മൾ ചെൽസിയിൽ കണ്ടിട്ടുണ്ട്. കിഡിലും പെർഫോമൻസ് പുൾ ഔട്ടിൽ കണ്ടു. പക്ഷേ സ്പെയിനിൻ്റെ കുപ്പായത്തിൽ അതിനേക്കാൾ മികച്ച പ്രകടനം നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് സെമി ഫൈനലിൽ ഫ്രാൻസിന് ഒരു വേള ഒരു ചെറിയ ഇതുണ്ടാകുന്നുണ്ട്. കാരണം ഓൾ ഔട്ട് അറ്റാക്ക് എന്നുള്ള ലെവലിൽ സ്പെയിൻ കളിക്കാരൊക്കെ ഫ്രണ്ടിൽ കയറിയപ്പോൾ ഫ്രാൻസിന് ബോൾ കിട്ടിയില്ലായിരുന്നു. അത് കഷ്ടപ്പെട്ടിട്ടാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ കാര്യമുണ്ട്. ബട്ട് അതൊക്കെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഡിലം പെർഫോമൻസ് ആണ്. അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക, ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം, ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് മൊത്തം സ്പെയിനിൻ്റെ മിഡ്ഫീൽഡിന് കൊടുക്കും. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക, ഈവൻ ഫ്രണ്ട് ലൈനിലുള്ള ഓരോരുത്തമാരാണെങ്കിലും ബയേണയാണെങ്കിലും പിന്നെ യമാലാണെങ്കിലും അവർക്കൊരു പരിധിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ തിരിച്ച് അപ്പം കൊടുത്തു മിഡ്ഫീൽഡേഴ്സിനെ. അവിടെ ആരൊക്കെ നിൽക്കുന്നത്? അവിടെ നിൽക്കുന്നത് വിരിഞ്ഞ് നിൽക്കല്ലേ റോഡറിയും പിന്നെ ഡാനി ഓൾമോയും ഫാബിയൻ റൂയിസും. പിന്നെ അവർ തീരുമാനിക്കും ബോൾ എങ്ങോട്ട് പോകണം. അത് അവർ കുറച്ച് തട്ടി കളിച്ച് സ്പേസ് ഉണ്ടാക്കുമ്പോൾ സ്പേസിലേക്ക് ഇതാക്കി പോകും. ഡാനി ഓൾമോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് ആയിട്ട് സ്പേസ് ആണെങ്കിൽ ബോൾ ഇട്ട് കൊടുത്ത് അവിടെ കോമ്പാക്റ്റ് ആണെങ്കിൽ ഡാനി ഓൾമോ ഓടി അവിടെ രക്ഷപ്പെടില്ല. അവിടുന്ന് ഒന്ന് മാറിയിട്ട് എവിടെയാണ് ഫ്രീ സ്പേസ് ഉള്ളത് അവിടേക്ക് പോയി നിൽക്കുന്നു. അപ്പോൾ ഉടനടി കളിക്കാരൻ ഫ്രീ സ്പേസിലേക്ക് ബോൾ എടുക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പ് അവർ ഫ്രീ സ്പേസിൽ കടന്ന് ഡാനി ഓൾമോ കളിച്ചിട്ട് ബോൾ വേറെ പാസ് ചെയ്യുന്നു. മാതിരി കളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചത് ഇനിയിപ്പോൾ 10 കളിക്കാർ മാത്രമല്ലേ ഗ്രൗണ്ടിൽ സ്പെയിൻ്റെ 10, 12, 13 കളിക്കാരുള്ളൊരു പോലെയായിരുന്നു അവരുടെ. അവിടെ നോക്കിയാലും വെള്ള ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, കാരണം വെള്ള ജേഴ്സി മാത്രമേ ഉള്ളൂ. വളരെ പെർഫോമൻസ് ആയിരുന്നു. 1-2 ചാൻസ്, ക്രിസ്റ്റൽ ക്ലിയർ ചാൻസ് എൻ്റെ ഓർമ്മയില്ല സെക്കൻഡ് ഹാഫിൽ ഫ്രാൻസിന് കിട്ടിയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ വന്നു, അത് ഉനായ് സിമോൺ ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു ബോൾ അവിടെ നിന്ന് വന്നു, എംബാപ്പയിലേക്കുള്ള ബോളായിരുന്നു. അത് ഉനായ് സിമോൺ വന്ന് ഫ്രണ്ടിലേക്ക് വന്ന് ഹെഡ് ചെയ്തിട്ട് അപകടം ഒഴിവാക്കി. പക്ഷെ ആ ബോൾ കിട്ടിയത് ഡുവേക്കായിരുന്നു. പക്ഷെ ഡുവേ അതൊന്നും കൂടി അത് ബുദ്ധിപരമായി ചിന്തിച്ച് ഓവർ ഹെഡ് ബോൾ അലക്കണ്ടായിരുന്നു. കാരണം ഉനായ് സിമോൺ ഗോൾ കീപ്പർ ഫ്രണ്ടിലായിരുന്നു. ഒരു ഡിഫൻഡർ മാത്രമേ ഗോൾ പോസ്റ്റ് മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഓവർ ഹെഡ് ബോൾ ഒരു പവർഫുൾ ഷോട്ട് അടിച്ചിരുന്നെങ്കിൽ അത് ചിലപ്പോൾ ഉള്ളിൽ കയറിയിരുന്നു. ആ ഒരു അവസരം 81 മിനിറ്റിലായിരുന്നു. അതൊക്കെ തിരിച്ചു വരാനുള്ള അവസരമായിരുന്നു. അത് കടന്നു പോയി. പിന്നെ റയാൻ ചർക്കിനെ കുറച്ച് മുമ്പ് ഇറക്കണ്ടായില്ല. ചങ്ങായുടെ പൊട്ടൻഷ്യൽ വേറെ പോട്ടെ. കാരണം ഒലീസയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒലീസയ്ക്ക് 1 ലിറ്ററിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ദശാംശം ഒലീസയെ മാറ്റിയിട്ട് ചെറുക്കിനെ ഇറക്കുന്നത്. പക്ഷേ ചെറുക്കിന് ഒരു കിഡിലം പാസ് ഉണ്ടായിരുന്നു. കിഡിലം പാസ് ബോക്സിലേക്ക് എംബാപ്പയുടെ 87 മിനിറ്റിലാണ് 8 മിനിറ്റിലാണ് നടന്നത്. അതൊന്ന് തോണ്ടി കൊടുക്കാൻ വേണ്ടി ഗോളാണ്. പക്ഷെ തോണ്ടാൻ എംബാപ്പെ ചിന്തിച്ചു കൊടുത്ത് നമ്മുടെ കുക്കറയുടെ കാല് വെച്ചു. കുക്കറയുടെ ഒറ്റ കാലിനിപ്പ് ബോളിൽ ആ കുക്കറകൾ ഒരു നിമിഷം നേരം വൈകിയിരുന്ന ഗോളായിരുന്നു. പക്ഷെ ആ കുക്കറകൾ ആ ടൈമിൽ കാല് വെച്ചുകൊണ്ട് എംബാപ്പയുടെ ഷോട്ട് മിസ്സായി. ഇങ്ങനെ ഗോളായിരുന്നു. കുക്കറയുള്ള വാട്ട് എ പ്ലെയർ. എൻ്റെ സെലിബ്രേഷൻ ഫ്രാൻസ് 2-0 ഫ്രാൻസ് ഓർമ്മ വരുന്നത്. സ്പെയിൻ 2-0 ഫ്രാൻസിനെ തോൽപ്പിച്ചിട്ട് ഫൈനലിലേക്ക് കടന്നു. ഫൈനലിൽ അർജന്റീന ഇംഗ്ലണ്ട് വിജയികളെ, ഇംഗ്ലണ്ട് സെമി ഫൈനൽ വിജയികളെ അവർ നേരിടും. 2 ഗോളിൽ 1 ഗോൾ അടിച്ചത് പെനാൽറ്റിയിലൂടെ ആയിരുന്നു. പെനാൽറ്റി വഴി ഒരുക്കി കൊടുത്തത് യമാലായിരുന്നു. ഗോൾ അടിച്ചത് വേർത്തപ്പാലായിരുന്നു. ആദ്യ പകുതി. 2ാം പകുതി തുടങ്ങിയിട്ട് 6 മിനിറ്റ് ആരും ഉദ്ദേശിക്കാത്ത ചങ്ങായി ഗോൾ അടിച്ചത് പെട്രോപോളോ 2ാമത്തെ ഗോളാണ് വേൾഡ് കപ്പിൽ. അത് പെട്രോപോളോ തന്നെ അത് ഡാനിയൽമക്ക് ഇട്ടുകൊടുത്തു. ഡാനിയൽമ ഒരു 1 ടച്ചിൽ തിരിച്ച് പെട്രോപോളോയ്ക്ക് അത് മറിച്ചെടുത്തു. കൃത്യം പെട്രോപോളോയുടെ റണ്ണ് ബോൾ പിക്ക് ചെയ്യുന്നു. ഒരു പ്രോപ്പർ സ്ട്രൈക്കർ എങ്ങനെയാണ് ഗോൾ അടിക്കുക അതുപോലെ പെട്രോപോളോ ഫ്രഞ്ച് ഗോളിനെ മറിയുന്നത് വലയിലെത്തിക്കുന്നു. കിഡ്ലൻ ഗോൾ. ആധികാരികമായ വിജയം ഒന്നും പറയാനില്ല. അങ്ങനെ 2-0 ആധികാരികമായി സ്പെയിൻ ജയിച്ച് കയറി. എപ്പോഴും എൻ്റെ മനസ്സിൽ ഫ്രാൻസ് കാരണം ഞാനും ഫ്രാൻസിനെ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു 99.9% ആൾക്കാരും ഫ്രാൻസിനെ തന്നെ മുന്നോട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ
സ്പെയിൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം സ്പെയിനത്തിൽ കൊടുക്കുള്ളൂ. ഈവൻ അവരുടെ മനസ്സിലുണ്ടാവും ഈ ഫ്രാൻസിനെ എങ്ങനെ ജയിക്കും, ഫ്രാൻസിനൊക്കെ ചാൻസ് കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അവർ. ഏതൊക്കെ പ്രഡിക്ഷൻ എടുത്താലും അതിൽ മുൻപന്തി നിൽക്കുക ഫ്രാൻസ് തന്നെ ആയിരിക്കും. അതേ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സ്പെയിനിൻ്റെ ഒരു ഇന്നത്തെ 90 മിനിറ്റ് കളി ഒന്ന് വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്തമല്ല, ഇതുവരെ സ്പെയിനിൻ്റെ ഈ വേൾഡ് കപ്പ് കളി കണ്ടവർക്ക് അറിയാം, സ്പെയിൻ ബോൾ വിട്ടെടുക്കില്ല. ബോൾ വിട്ടുകൊടുത്താലല്ലേ എംബാപ്പയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫ്രാൻസ് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. ബോൾ വിട്ടെടുക്കില്ല. ഈ ബോൾ കയ്യിൽ നിന്ന് പോയാലോ ഈ 3 പേരിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോ, പിന്നെ റോഡ്രി, ഫാബ്രിഗസ്, ഈ 3 പേരുടെ ബോൾ റിക്കവർ ചെയ്യും. അതന്നെ കണ്ടത്. ഈ 3 പേരാ ബോൾ റിക്കവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ അതിലും കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ കുബാർത്ത് ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ ലാപ്പോട്ട ബ്ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ കുക്കറിൽ ബ്ലോക്ക് ചെയ്യും. ഇമാതിരി പെർഫോമൻസ് ആയിരുന്നു. ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നു സ്പെയിനിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എനിവേ ഫ്രാൻസ് തുടർച്ചയായിട്ടുള്ള 3-ാം പ്രാവശ്യം സെമി ഫൈനൽ കയറി. 2018 ഫൈനലിൽ 2018 കപ്പെടുത്തു, 2022 ഫൈനലിൽ, 2026 സെമി ഫൈനലിൽ. ദശാംശത്തിന് തല ഉയർത്തി തന്നെ മടങ്ങാം. ഒരു വിഷമം ഉണ്ടാവുമായിരിക്കും, പക്ഷെ തല ഉയർത്തി തന്നെ മടങ്ങാം. കാരണം അദ്ദേഹത്തിൻ്റെ മാനേജർ കരിയറിലുള്ള 3 വേൾഡ് കപ്പ് 2014 അദ്ദേഹം അല്ലാതെ തോന്നുന്നു വേൾഡ് കപ്പ് ഇതാക്കിയത്. 2018 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കി. 2022 റണ്ണേഴ്സ് അപ്പ്, 2026 സെമി ഫൈനൽ. 3ാം സ്ഥാനത്തിന് വേണ്ടി ഫ്രാൻസിനെ കളിക്കേണ്ടതുണ്ട്. എനിവേ തലയുയർത്തിയിട്ട് ദശാംശത്തിന് മടങ്ങാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഇൻ്റർനാഷണൽ ഫ്രാൻസിൻ്റെ കോച്ചായിട്ടുള്ള അവസാന മത്സരമായിരുന്നത്. തോറ്റോടുകൂടി അദ്ദേഹം ആ ടീമിൻ്റെ പരിശീലനത്തിൽ പടിയിറങ്ങാണ്. സിനദീൻ സിദാൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എംബാപ്പയ്ക്ക് തലയുയർത്തി മടങ്ങാം. 8 ഗോൾ കൂടി ഇപ്പോൾ ടോപ്പ് സ്കോറാണ്. നാളെ മെസ്സി ഗോൾ അടിച്ചാൽ മാത്രമേ അതിൽ മാറ്റം വരുള്ളൂ. എന്താ പറയുക, പഴയ വാക്കുകളില്ല. അമ്മാതിരി പെർഫോമൻസ് ആണ് സ്പെയിൻ്റെ ഭാഗത്ത്. മനം കവരുന്ന പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത്. ഒരു കളി എന്ന് പറഞ്ഞാൽ ഒരു ടീമിൻ്റെ സപ്പോർട്ട് ചെയ്യാത്ത, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ഒരു കളിപ്രേമിയുടെ മനം കവരുന്ന പെർഫോമൻസാണ് സ്പെയിൻ്റെ ഭാഗത്തുണ്ടായത്. അറ്റാക്കിങ് യമീൻ യമാൽ, ലക്ഷ്മി അമ്മാൻ, യമീൻ യമാലൊക്കെ ആളുടെ പോക്കെന്ന് ഗോൾ അടിച്ചില്ലെങ്കിൽ ഗോൾ അടിച്ചു, 2ാം ഗോൾ കഴിഞ്ഞിട്ട് 3ാം ഗോൾ അടിച്ചു. പക്ഷെ അത് സ്ലൈറ്റ്ലി ഒരു ചെറിയ ഈ ഭാഗത്തിന്, ഇവിടെ ഇത്രയും ഭാഗത്തിന് ഓഫ് സൈഡായി പോയി. ഇല്ലെങ്കിൽ അത് ഗോളാണ്ടായിരുന്നു. എനിക്കറിയാം ഈ വീഡിയോ ലെങ്തി ആയിരുന്നു. എൻ്റെ വീഡിയോ മിക്കവാറും കൂടി പോയി കഴിഞ്ഞാൽ 8 മിനിറ്റ് ഒക്കെ വരാറുള്ളൂ. ഇതിപ്പോൾ 13 മിനിറ്റിനപ്പുറമായി. കാരണം അത്രത്തോളം പറയാനുണ്ട്. അത് കാരണം കൊണ്ട് യമാൽ ഗോൾ അടിച്ചില്ലെങ്കിലും ആ പെനാൽറ്റിക്ക് വഴി കൊടുത്തത് യമാലാണ്. ഏത് ഭാഗത്ത് ഞങ്ങൾ കയറിയെന്ന് അറിയൂ. പന്ത് കുത്തിയിട്ട് ഫ്രണ്ട് ഡിഫൻഡർ തലയിലിടിച്ച് പൊന്തുമ്പോൾ കുറച്ച് ദൂരത്താണ് യമാൽ പൊന്തിയ ഗ്യാപ്പിൽ ബോക്സിക്ക് കയറിയത് ആ ഡിഫൻഡർ കണ്ടില്ല. ഡിഫൻഡർ തിരിഞ്ഞ് ബോൾ അടിച്ച് കളയാൻ വേണ്ടി നോക്കിയതാ. അടി കിട്ടിയത് യമാലിനാണ്. അടി കിട്ടുന്നത് യമാൽ വീഴുന്നു, പെനാൽറ്റി പിടിക്കുന്നു. പെനാൽറ്റി തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം സാലിബയ്ക്ക് പരിക്ക് പറ്റുന്നു. അത് വലിയൊരു ബ്ലോയായി. ആദ്യൊരു ഗോൾ അടിച്ച് അവരിൽ നിന്ന് ഒരു ഗോൾ വീണൂലോ എന്ന് ആലോചിക്കുമ്പോൾ അടുത്ത പ്രകാരം സാലിബ പരിക്ക് പറ്റി പുറത്തു പോകുന്നു. എക്സ്പീരിയൻസ് ഡിഫൻഡർ സാലിബ. അപ്പോൾ ഉപ്പുമാക്കാനൊക്കെ പണി കൂടി. 2ാമത്തെ പ്രകാരം എന്നാലും മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ബോൾ കിട്ടാതെ വലയുന്ന ഒലീസിനൊക്കെ നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ട് അവസാനം നിവർത്തി കെട്ട ഒലീസിനെ മാറ്റി ചെറുക്കിന്നിറക്കി. എനിവേ ഫ്രാൻസ് തിരിച്ചു വരാൻ 2 അവസരം ഞാൻ നേരത്തെ പറഞ്ഞ 81ാം മിനിറ്റിൽ ഡുവയ്ക്ക് കിട്ടിയൊരു ഓപ്പൺ ചാൻസ്. അതൊന്ന് ഓവർഹെഡ് അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയായിരുന്നു. ഓവർഹെഡ് അടിച്ചിരുന്നു. കാരണം പോസ്റ്റിൽ നിൽക്കുന്നത് ഒരു കളിക്കാരനാണ്. ഗോൾ കീപ്പറല്ല, ഒരു കളിക്കാരന് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. ഓവർഹെഡ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൃത്യമായിട്ട് ഇതായിരുന്നു. ക്ലിനിക്കൽ ഫിനിഷ് വേണമായിരുന്നു. പിന്നെ എംബാപ്പയുടെ ചാൻസ് കുറേ മാജിക്കൽ ടച്ചിലൂടെ പുറത്ത് കളഞ്ഞത്. പിന്നെ എംബാപ്പയ്ക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടിയിരുന്നു. അത് 89ാം മിനിറ്റിൽ 93ാം മിനിറ്റിൽ കണ്ടാണ് അത് പുറത്ത് കെട്ടി. അതൊക്കെ അങ്ങനത്തെ ചാൻസൊക്കെ കിട്ടിയത്. അത് കിട്ടിയ ചാൻസ് നേടിയിരുന്നെങ്കിൽ, ഒരു ഗോൾ ഫ്രാൻസ് അടിച്ചിരുന്നെങ്കിൽ, ഒരു 70ാം മിനിറ്റിലെങ്ങാനും ഒരു ഗോൾ ഫ്രാൻസ് അടിച്ചിരുന്നെങ്കിൽ ഫ്രാൻസ് ചിലപ്പോൾ തിരിച്ചു വന്നത്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഉണ്ടായില്ല. 81ാം മിനിറ്റിൽ ആ ഗോളെങ്കിലും എടുത്താൽ മതി, അങ്ങോട്ട് പോയി. അതും കിട്ടിയില്ല. അനിവാര്യമായ തോൽവി ഏറ്റുവാങ്ങി ഫ്രാൻസ്. നന്നായി കളിച്ചത് സ്പെയിൻ തന്നെയാണ്. അതുകൊണ്ട് ഈ വിജയത്തിന് അർഹർ സ്പെയിൻ തന്നെയാണ്. ഞാൻ പറയാതെ നിങ്ങൾ കപ്പ് എടുത്തിട്ട് സ്പെയിനിനോട് കൊടുത്തോളാം. ഇതിനേക്കാൾ വലിയ അനുയോജ്യമായ ടീമില്ല ഈ കപ്പിനെ. അടുത്ത് വരുന്ന അർജൻറ്റീന ആയാലും ഇംഗ്ലണ്ടായാലും കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ സ്പെയിൻ്റെ 7 എഴുത്ത് വരുന്ന ടീമുകളല്ല. ഈ എൻറ്റയർ വേൾഡ് കപ്പ് നോക്കുമ്പോൾ 7 എഴുത്ത് വരുന്ന ടീമല്ല. കപ്പ് എടുത്തിട്ട് കൊടുത്തോളാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. 2008
സ്പെയിൻ യൂറോ കപ്പ് ചാമ്പ്യന്മാരായി. ആലോചിക്കണം, 2010 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി സൗത്ത് ആഫ്രിക്കയിൽ, വക്ക ഓർമ്മയുണ്ടാവും. 2012 വീണ്ടും യൂറോ കപ്പ് ചാമ്പ്യന്മാരായി സ്പെയിൻ. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? 2024 യൂറോ കപ്പ് ചാമ്പ്യന്മാരാണ് സ്പെയിൻ. 2024 ഇപ്പോൾ 2026 വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിക്കുക. കപ്പടിക്കാൻ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ടീം തന്നെയാണ് സ്പെയിൻ. പക്ഷേ ഇന്നത്തെ കളി നോക്കുകയാണെങ്കിൽ സ്പെയിനേക്കാൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു 75%, നേരത്തെ 99.9 ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട 75% ആൾക്കാരും സ്പെയിനേക്ക് ഒരു തരി മുൻതൂക്കം കൊടുത്തിരുന്നത് ഫ്രാൻസിനാണ്. ഇയാണ് ഈ വേൾഡ് കപ്പിലെ പ്രകടനം അങ്ങനെയായിരുന്നു. പക്ഷേ ഒറ്റ ദിവസം 90 മിനിറ്റ് പ്രകടനം കൊണ്ട് അവരെ തിരുത്തി. പക്ഷെ അവരുടേതായ രീതികളിൽ മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. ബോൾ പൊസിഷൻ വെച്ച് തന്നെ കളിച്ചു, അത് വെച്ചിട്ട് തന്നെ അവർ മുന്നേറി, ബോൾ കയ്യിൽ വെച്ചിട്ട് തന്നെ അവർ ഗോൾ അടിച്ചു. ഇതുവരെ അവരെങ്ങനെയാണോ മുന്നോട്ട് പോയത് മുന്നോട്ട് ചെയ്യും. കാരണം അവരുടെ സ്ട്രോങ് സൈഡ് മിഡ്ഫീൽഡെന്ന് അറിയാം. പക്ഷെ മിഡ്ഫീൽഡിന് പൂട്ടാൾ താക്കോല് ദശാംശത്തിൽ ഇല്ലാതെ പോയി. അവിടെയാണ് അവർക്ക് പറ്റിയത്. കാരണം സ്പെയിനിൻ്റെ സ്ട്രോങ് സൈഡ് മധ്യനിരയാണ്. അവരെ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി പിടിക്കാമെന്നുള്ളൊരു ചിന്ത ദശാംശത്തിന് പോയില്ല. അവരെങ്ങനെ പൂട്ടാമെന്നുള്ളൊരു തന്ത്രം ദശാംശത്തിൽ ഉണ്ടായില്ല. അതാണ് അവർക്ക് പറ്റിയത്. അങ്ങനെ തന്ത്രം ദശാംശത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ദശാംശം നോക്കിയിട്ടുണ്ടാവും കൂടിപ്പോയി യമാലും ബയേണെ ഒയർസബാലൊക്കെ കയറി അടിക്കുകയായിരിക്കും. അപ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ 3 പേരുടെ കയ്യിലാണ് ബോൾ എന്നുള്ളത് ഒരു വീക്ഷണം ദശാംശത്തിന് വേണമായിരുന്നു. അവരെ പൂട്ടാൾ താക്കോൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനാണ്. പക്ഷെ അവരെ പൂട്ടാൾ താക്കോൽ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എംബാപ്പേനെ എങ്ങനെ പൂട്ടണം, പിന്നെ ഡംബൽ എങ്ങനെ പൂട്ടണം, ഡുബൈൻ എങ്ങനെ പൂട്ടണം, ബാർക്കോൾ എങ്ങനെ പൂട്ടണം, ഒലീസിനെ എങ്ങനെ പൂട്ടണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ സ്പെയിൻ്റെ കോച്ചിന് ഉണ്ടായിരുന്നു. അതിന് ചുക്കാൻ പിടിച്ചത് ഈ മധ്യനിര തന്നെ. ഈ മധ്യനിരക്കാണ് പൂർണ്ണ കിട്ടി. അപ്പോൾ ഇവരുടെ കയ്യിലായിരുന്നു ഇന്നത്തെ കളിയുടെ താക്കോല്. അവർ കൃത്യമായിട്ട് അവരുടെ രീതിക്കായിട്ട് തിരിച്ചു. കളി സ്പെയിൻ അനുകൂലമായി, സ്പെയിൻ ജയിച്ചു.